ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ എല്ലാ മുത്തുമണികളും കൃത്യമായിട്ട് പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ആനുവൽ എക്സാം ആണ് വരുന്നത്. ഇന്ന് മിസ് വന്നിട്ടുള്ളത് ആനുവൽ എക്സാമിൽ നിങ്ങൾ ഷുവർ ആയിട്ടും കാണാൻ പോകുന്ന ഒരു ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. മക്കളെ, ചോദ്യം കാണുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ പേടിക്കേണ്ട, സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഈ ഒരു ചോദ്യം നോക്കി, ചോദ്യം ഭയങ്കര വലുതാണല്ലേ, ഭയങ്കര വലിയൊരു ചോദ്യമാണ്. പക്ഷെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. ചോദ്യം ഒന്ന് വായിച്ചു നോക്കി. ദർ ഈസ് സം മിൽക്ക് ഇൻ എ വെസൽ. ഒരു പാത്രത്തിൽ കുറച്ച് പാലുണ്ട്. അതെന്ത് ചെയ്തിട്ടുണ്ട്? അജീഷ് ടുക്ക് 1 liter ഓഫ് മിൽക്ക് ഫ്രം ഇറ്റ്. അതിൽ നിന്നും 1 ലിറ്റർ പാലെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? 3 പേർക്ക് ഈക്വലി കൊടുത്തു. ഡിവൈഡ് ഇറ്റ് ഈക്വലി among 3 people. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈച്ച് വിൽ ഗെറ്റ്? അല്ലേ, ഓരോരുത്തർക്കും എത്ര ലിറ്റർ പാല് കിട്ടും? ഇവിടെ നോക്കാം മക്കളെ, നമ്മുടെ കയ്യിൽ 1 ലിറ്റർ പാലുണ്ട്. ആ 1 ലിറ്റർ പാൽ എന്ത് ചെയ്തു അജീഷ്? ഓരോരുത്തർക്കും കൊടുത്തു. ഓരോരുത്തർക്കും 1 ലിറ്റർ പാല് കൊടുത്തോ? ഇല്ല. ആ 1 ലിറ്റർ പാലിനെ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടാണ് ഓരോരുത്തർക്കും കൊടുത്തത്, അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഓരോരുത്തർക്കും എത്ര പാല് കിട്ടി? 1/3. 1 ലിറ്ററിനെ 3 ആക്കിയിട്ടാണ് ഓരോരുത്തർക്കും കിട്ടിയത്. 1/3 ലിറ്റർ. 1/3 ലിറ്റർ. എന്താ ചെയ്തേ? 3 പേർക്കാണ് കൊടുക്കുന്നേ. 1 ലിറ്റർ പാല് 3 പേർക്കാണ് കൊടുക്കുന്നേ. അപ്പോ 1/3 1/3 1/3 അല്ലേ? അതായത് ഈ 1 ലിറ്റർ പാല് നമ്മൾ 3 പേർക്ക് കൊടുക്കണം, അല്ലേ? 3 പേർക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ 1 ലിറ്ററിനെ 3 ആക്കി ഡിവൈഡ് ചെയ്യണം. 1 ലിറ്റർ ഡിവൈഡഡ് ബൈ 3. 1/3 1/3 1/3. ഓക്കെ, അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. സുകന്യയും അവളുടെ 2 സുഹൃത്തുക്കളും 2 ലിറ്റർ പാലെടുത്തു. എന്ത് ചെയ്തു? 2 ലിറ്റർ പാലെടുത്തു. അത് 3 പേർക്ക് തുല്യമായി വീതിച്ചു. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടും? സുകന്യ ആൻഡ് ഹെർ 2 ഫ്രണ്ട്സ് took 2 liter ഓഫ് മിൽക്ക്. ഇവിടെ നോക്കിയേ, ഇപ്പൊ നമ്മൾ എടുക്കുന്നത് 2 ലിറ്റർ പാലാണ്. അത് എന്ത് ചെയ്യണം? 3 പേർക്ക് കൊടുക്കണം. അതായത് ഈ 2 ലിറ്റർ പാല് നമ്മൾ 3 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, അല്ലേ? 2 ലിറ്റർ പാല് 3 പേർക്ക് തുല്യമായി മുറിച്ചു കൊടുക്കണം. 2 ലിറ്റർ ഡിവൈഡഡ് ബൈ 3. 2/3 ലിറ്റർ. 2/3 ലിറ്റർ. 2/3 ലിറ്റർ. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടും? 2/3 കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞു ചോദ്യം വളരെ വലുതാണ്, ഉത്തരം വളരെ സിമ്പിൾ ആണ്. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. സലീം 5 ലിറ്റർ പാലെടുത്ത് 2 കുപ്പികളിലാക്കി നിറച്ചു. ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ പാലുണ്ടാകും? സലീം took 5 liter ഓഫ് മിൽക്ക് ആൻഡ് filled equally in 2 bottles. How many liters of milk will be there in each bottle? സലീം എന്താ ചെയ്തേ? 5 ലിറ്റർ മിൽക്ക് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? 2 ആക്കി ഡിവൈഡ് ചെയ്തു. 5 ലിറ്റർ 2 ആക്കി ഡിവൈഡ് ചെയ്തു. 5 ലിറ്റർ 2 ആക്കി ഡിവൈഡ് ചെയ്തു. 5 ലിറ്റർ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടി? 5/2 ലിറ്റർ കിട്ടി. ഇനി 5/2നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മാറ്റി എഴുതാം, അല്ലേ? 5/2 ലിറ്ററിനെ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കി എഴുതാം. 5/2 എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 2 ആണ്. 2 2s are 4 ആണ്. മൈനസ് ചെയ്താൽ 1 ബാലൻസ് വരും. സോ നമുക്ക് എങ്ങനെ എഴുതാം? 2 ആദ്യം എഴുതുക, റിമൈൻഡർ പിന്നെ എഴുതുക. 2 ലിറ്റർ. 2 1/2 ലിറ്റർ എന്ന് ഉത്തരം വരും. ഓക്കെ അല്ലേടാ? അപ്പൊ ഇത്ര അടിപൊളിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ചോദ്യം ചെയ്യേണ്ടത്. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കുറച്ച് എന്താ പറയാ, ഒന്ന് ആലോചിച്ച് ചിത്ര രൂപത്തിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ സംഗതി എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള കോണ്ടന്റുകളും വീഡിയോസും ഷോർട്സും ലൈവും ഒക്കെ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോവാണ്. കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ അടുത്ത വർഷം ആദ്യം മുതലേ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റായിട്ട് പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ വേഗം തന്നെ നമ്മുടെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന പോലെ തന്നെ വജ്ര ബാച്ചിൽ ഇപ്പോൾ 10% ഡിസ്കൗണ്ട് ഉണ്ട്. കൂടാതെ ഒരു സ്മാർട്ട് വാച്ച് കിട്ടാനുള്ള ഒരു സാധ്യത കൂടെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആരും തന്നെ ചാൻസ് ഒന്നും മിസ് ചെയ്യണ്ട. വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം മുതലേ പഠിച്ച് സെറ്റാണ്.